പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സഭയിൽ ഇന്ന് പ്രസ്താവന നടത്തുകയുണ്ടായി. ആ പ്രസ്താവനയിൽ കൂനൂർ ദുരന്തത്തിൽ മരിച്ച സേനാംഗങ്ങളിൽ തൃശൂർ പുത്തൂരിനടുത്തുള്ള പുന്നൂക്കര അറയ്ക്കൽ വീട്ടിൽ പ്രദീപും ഉണ്ട് എന്ന് പ്രതിരോധ മന്ത്രി അറിയിച്ചു. അതാണ് മലയാളത്തിൻ്റെ ഈ സംഭവത്തിലെ മറ്റൊരു വേദന. 4 ദിവസം മുൻപ് മാത്രം വീട്ടിൽ നിന്ന് മടങ്ങിയ ആളാണ് ജൂനിയർ വാറണ്ട് ഓഫീസർ എ പ്രദീപ്. പ്രദീപിൻ്റെ അകാല വിയോഗം ഉൾക്കൊള്ളാനാകാതെ തൃശൂർ പുന്നൂക്കര ഗ്രാമം. അച്ഛൻ്റെ ചികിത്സാ ആവശ്യത്തിനായി നാട്ടിലുണ്ടായിരുന്ന പ്രദീപ് കഴിഞ്ഞ ദിവസമാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. കോയമ്പത്തൂരിലെ ക്വാർട്ടേഴ്സിലാണ് പ്രദീപിൻ്റെ കുടുംബം. ഞങ്ങൾക്ക് വളരെ ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരു ആളാണ് പ്രദീപ്. വളരെ ലളിതമായൊരു ജീവിതം, ആരോടും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു രീതി. അക്ഷരാർത്ഥത്തിൽ നമ്മളിത് കേട്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി. പിന്നീട് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥ. ഇപ്പോൾ ഏതൊരു ആവശ്യം എവിടെ വന്നാലും ഓടിക്കൂടുന്ന, അവിടെ പങ്കെടുത്ത് അതിൽ പങ്കാളിയാകുന്ന ഒരു സ്വഭാവക്കാരനാണ്. ഈ പ്രളയകാലത്ത് പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി അദ്ദേഹം ശരിക്കും പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും നാട്ടിൽ മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് എല്ലാവർക്കും. പ്രദീപിനെ നല്ലൊരു വ്യക്തിയാണ്, എൻ്റെ അയലോക്കാണ്. പ്രദീപിൻ്റെ അച്ഛനും ഞാനും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. പ്രദീപ് എൻ്റെ മകൻ്റെ കൂട്ടുകാരനാണ്. ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അടുത്ത് വന്നു പോയിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. അത് ഇങ്ങനെ ഒരു അവധി കേട്ടപ്പോൾ വല്ലാണ്ട് വിഷമം, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ആടെ വർത്താനായിട്ട് ആള് ലീവിന് വരുമ്പോഴൊക്കെ നമ്മളോടൊക്കെ നല്ല വർത്താനമൊക്കെയാണ്. നല്ല ഇവിടെ വർത്താനം പറയും. പോകുമ്പോഴൊക്കെ പറഞ്ഞിട്ടാ വീട്ടിലൊക്കെ പറഞ്ഞിട്ടാ വേറെ പോകാന്ന് വിചാരിച്ചു വന്നപ്പോഴും അമ്മൂമ്മോനൊക്കെ പറഞ്ഞിട്ടാ പോവാന്ന് പറഞ്ഞിട്ട് പോയേ. അങ്ങനത്തെ ഒരു നല്ലൊരു ആളാണ് ആള്. നമുക്കിപ്പോൾ നല്ല ഓർമ്മയാണ് ആളെ കുറിച്ചുള്ളത്. പ്രദീപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്താണ് എൻ്റെ വീട്. ഇപ്പോൾ എപ്പോൾ വന്നാലും നമ്മളെ ഏത് സമയത്ത് വിളിച്ചാലും ആൾ വരും. ഇങ്ങനൊരു ഓഫീസറാണെന്നുള്ളൊരു ഇതുപോലെ അത്രയും ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടോ എന്തിനായാലും ഈ വിളമ്പലും കാര്യങ്ങളും എല്ലാതും അവൻ തന്നെയാണ് ചെയ്യുക. അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ധീരസൈനികനെയാണ് നഷ്ടമായതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നാട്ടിൽ സജീവമായ യുവാവാണ് ഇല്ലാതായത്. എല്ലാ ബഹുമതികളോടെയും ആകും സംസ്കാര ചടങ്ങുകളെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ വളരെ ദൗർഭാഗ്യകരവും ദുഃഖകരവുമായിട്ടുള്ളൊരു സംഭവമാണ്. നാടിന് തന്നെ, ഈ മേഖലയ്ക്ക് തന്നെ വളരെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ഭാരതത്തിൻ്റെ ഒരു വീരപുത്രനാണ് നമുക്ക് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത്. ഈ പ്രദേശവുമായി ഓരോ തവണ വരുമ്പോഴും അത്രമാത്രം ആത്മബന്ധം പുലർത്തിയിരുന്ന, പുത്തൂർ സ്കൂളിൽ പഠനകാലം ചെലവഴിച്ചിരുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ളൊരു സഹോദരനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. പക്ഷേ ഒഫീഷ്യലായി വ്യോമസേന അതിൻ്റെ കൺഫർമേഷൻ ഇതുവരെ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടില്ല. ഞങ്ങളിപ്പോൾ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു. ഇന്നലെ ഈ വിവരം അറിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് തിരിച്ചതാണ്. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ വന്നതിന് ശേഷമേ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനം നമുക്കിപ്പോൾ നടത്താൻ കഴിയൂ. പക്ഷേ ഞങ്ങൾ കളക്ടറുമായും കോയമ്പത്തൂരിലെ കളക്ടറുമായിട്ടും എയർഫോഴ്സ് അധികൃതരുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയുമായിട്ടും ഒക്കെ ഞാൻ ബന്ധപ്പെട്ടു. അവരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരത്തിനകം വിവരം ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ 11 മണിയോടുകൂടി വെല്ലിംഗ്ടണിൽ സേന തന്നെ ഒരു ഓപ്പൺ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട് എന്നറിയുന്നുണ്ട്. എന്നാൽ ചിലരുടെ കാര്യത്തിൽ കൺഫർമേഷൻ ലഭ്യമാകാത്തത് കൊണ്ടാണ് തുറന്നൊരു അഭിപ്രായത്തിലേക്ക് അവർ പറയാത്തത്. എന്തായാലും കുറഞ്ഞ നേരങ്ങൾക്കുള്ളിൽ നമുക്ക് കൺഫർമേഷൻ ലഭിക്കും, വിവരം ലഭ്യമാകും എന്ന് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കി പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നിശ്ചയിക്കും പ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഔദ്യോഗിക ബഹുമതിയോടുകൂടി ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും. സുവി വിശ്വനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. സുവി, രാജ്യത്തെ ആകെ നടുക്കിയ കണ്ണീരിലാഴ്ത്തിയ ദുരന്തത്തിൽ കേരളത്തിൽ അതിൻ്റെ വേദന ഇരട്ടിയാണ്. പ്രദീപ് അറയ്ക്കലിൻ്റെ മരണം അത് കേരളത്തിൻ്റെ വേദന ഇരട്ടിയാക്കിയിരിക്കുന്നു. ഇന്നലെ ഈ വിവരം അറിയിക്കാൻ പോലും ആകാത്ത അവസ്ഥയിലായിരുന്നു. വീട്ടിൽ അച്ഛൻ രോഗശയ്യയിലാണ്. ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? എപ്പോഴേക്ക് മൃതദേഹം അവിടെ എത്തിക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്?
രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൊന്നൂക്കര ഗ്രാമം ഇപ്പോഴും കണ്ണീരിൽ തന്നെയാണ്. ഈ വിയോഗ വാർത്ത ഇനിയും താങ്ങാൻ ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് സാധിച്ചിട്ടില്ല. നിരവധി ആളുകളാണ് ഈ വീട്ടിലേക്ക് പൊന്നൂക്കരയിലെ പ്രദീപ് കുമാറിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ ആർക്കും തന്നെ ഈ കുടുംബാംഗങ്ങളെ, ഈ വീട്ടിലുള്ളത് പ്രദീപ് കുമാറിന്റെ അച്ഛനും അമ്മയുമാണ്. അച്ഛനെ ഇനിയും ഈ പൊന്നുമകന്റെ വിയോഗ വാർത്ത അറിയിച്ചിട്ടില്ല. കാരണം അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് അല്പ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇനിയും ഈ വിയോഗ വാർത്ത അറിയിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആളുകൾ പോകാതിരിക്കുന്നതിന് വേണ്ടി ഈ റിബൺ കെട്ടി മുഖം അടച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് അറിയില്ല, എന്നാൽ അമ്മയ്ക്ക് ഈ വിവരം അറിയാം. ഇന്നലെ രാത്രി തന്നെ അമ്മയെ ഈ വിവരം അറിയിച്ചിരുന്നു. എന്നാൽ അച്ഛനെ ഈ വിവരം അറിയിക്കാത്തത് കൊണ്ട് ഒന്ന് കരയാൻ പോലും ഈ അമ്മയ്ക്ക് കഴിയുന്നില്ല. അത്രത്തോളം സമ്മർദ്ദത്തിലാണ് ഈ വീട്ടിൽ ഉള്ളത്. പിന്നെ ഒരു സഹോദരനാണുള്ളത്. സഹോദരൻ കോയമ്പത്തൂരിലേക്ക് മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കോയമ്പത്തൂരിലേക്ക് പോയിരിക്കുകയാണ്. ഏതായാലും വലിയ ദുഃഖത്തിൽ തന്നെയാണ് ഈ പൊന്നൂക്കര ഗ്രാമത്തിൽ ഉള്ളവർ. ഏവരും വലിയ, അതായത് നാടിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനെ നഷ്ടപ്പെട്ട ഒരു വേദന ആണ് ഇവിടെ ഉള്ളവർ എല്ലാവരും തന്നെ പങ്കുവെക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മോടൊപ്പം ഇവരുടെ ഒരു അയൽവാസി, പ്രദീപ് കുമാറിന്റെ അടുത്തറിയുന്ന ഒരു അയൽവാസി ചേരുകയാണ്. നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് പ്രദീപിനെ ഓർക്കുന്നത്? പ്രദീപ് ഞങ്ങളുടെ നാട്ടിൻ്റെ തന്നെ നല്ലൊരു കുട്ടിയായിരുന്നു. പ്രദീപിൻ്റെ വിയോഗം നാടിനെ തന്നെ നടുക്കിയൊരു സംഭവമാണ്. ലീവ് കഴിഞ്ഞ് പോയിട്ട് 4 ദിവസമായിട്ടുള്ളൂ ജോലിക്ക് പ്രവേശിച്ചിട്ട്. 2 കുട്ടികളും ശ്രീലക്ഷ്മി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ക്വാർട്ടേഴ്സിലാണ് അവർ താമസം. അച്ഛൻ്റെ ചികിത്സാർത്ഥവും അതുപോലെ തന്നെ മകൻ്റെ പിറന്നാളാഘോഷത്തിനും വേണ്ടിയാണ് അത് നാട്ടിൽ വന്നത്. ചേച്ചിക്ക് പ്രദീപുമായിട്ടുള്ള ഒരു ബന്ധം അതൊക്കെ എങ്ങനെയാണ്? മുതലേ ഞങ്ങളുടെ അയൽവാസിയാണ് ആ കുട്ടി. 2004 എൻ്റെ സഹോദരൻ്റെ മകനും ഈ കുട്ടിയും കൂടിയിട്ട് സെലക്ഷന് പോകും തന്നെ. അവന് നേവിയിൽ കിട്ടി, ഈ കുട്ടിക്ക് എയർഫോഴ്സിലും കിട്ടി. പക്ഷെ അതിന് ശേഷം ലീവിന് വരുമ്പോഴൊക്കെ തന്നെ നാട്ടുകാരായിട്ടും അയൽപ്പക്കക്കാരായിട്ടും നല്ല സൗഹൃദം പുലർത്താൻ ശ്രമിച്ചിട്ടുള്ള കുട്ടിയാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. കുടുംബത്തിന് തന്നെയല്ല, നാടിന് തന്നെ വലിയൊരു നഷ്ടമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത്രയും വേണ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. ചെറുപ്പത്തിലെ ഒട്ടേറെ കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസവും അതിനുശേഷം കുറച്ച് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം സാമ്പത്തികമായിട്ടും അവർക്ക് ആ കുടുംബത്തിന് ഒരു പുരോഗതി ഉണ്ടായത് ഈ ജോലി കിട്ടിയതിന് ശേഷം മാത്രമാണ്. ഏക സഹോദരനാണ്. അച്ഛനാണെങ്കിൽ ഇപ്പോൾ അസുഖം ബാധിച്ച് ICUവിലായിരുന്നു. അച്ഛൻ്റെ ചികിത്സാർത്ഥാണ് കുറച്ച് നാൾ ലീവ് എടുത്തത് ആൾ. അത് കഴിഞ്ഞ് ഇപ്പോൾ ലീവ് കഴിഞ്ഞ് പോയി കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷവും ഒക്കെ ചെറിയ രീതിയിൽ നടത്തി പോയതാണ്. പക്ഷെ ഇന്നലെ ഉച്ചതിരിഞ്ഞ് നമ്മളെ പൊന്നൂക്കരയെ സംബന്ധിച്ച് ഓരോ കുടുംബത്തിലും വലിയൊരു കണ്ണീരാണ് ഈ അദ്ദേഹത്തിൻ്റെ വിയോഗം ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ചേച്ചി എങ്ങനെയാ ഓർക്കണേ പ്രദീപിനെ? ഞങ്ങളിങ്ങനെ അടുത്തുള്ള വീടുകളാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഈ കുട്ടിയുടെ അച്ഛനും ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരേ പ്രായം മാത്രം. ഈ കുട്ടിക്ക് ജോലി കിട്ടി പോയി, ഇന്നൊരു ജോലിയാണെന്നുള്ളതും ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനെ സംഭവിച്ചപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടില്ല. ഞങ്ങൾ വീട് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാ. അപ്പോൾ വരുമ്പോൾ എങ്ങനെ അമ്പലത്തിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ കാണും കുട്ടീനെ. അങ്ങനെ അച്ഛൻ്റെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണ്. ഞങ്ങൾ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ ഞങ്ങൾ തൊഴിൽ ഉറപ്പ് ഇങ്ങനെ പോണേ. കുട്ടിയുടെ അമ്മ ഞങ്ങളുടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിവിടെയൊക്കെ ചെറുപ്പം തൊട്ടൊക്കെ ചിന്ത അങ്ങനത്തെ ഒരു പ്രദീപിന്റെ അമ്മയുടെ കൂടെ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നതാണ് ഇവർ. വലിയ വിയോഗം തന്നെയാണ് നാടിന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇവർ എല്ലാവരും തന്നെ പറയുന്നത്. ഒപ്പം തന്നെ ഈ മൃതദേഹം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. എപ്പോൾ കൊണ്ടുവരും എന്നത് സംബന്ധിച്ചൊരു തീരുമാനം ആർക്കും അറിഞ്ഞിട്ടില്ല. ജില്ലാ ഭരണകൂടത്തിനാണെങ്കിലും ഇവിടെ ബന്ധുക്കൾക്കാണെങ്കിലും അത്തരത്തിൽ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഏതായാലും 2004 വ്യോമസേനയിൽ വ്യോമസേനയിലേക്ക് പ്രദീപ് കുമാർ എത്തുന്നത്. അതിനുശേഷം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജോലി ചെയ്യാൻ സാധിച്ചു. ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഉത്തരാഖണ്ഡിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും പ്രളയ സമയത്തെല്ലാം തന്നെ വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധനായി മുന്നോട്ട് വന്നിരുന്നു അദ്ദേഹം എന്നാണ് നമുക്ക് ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ വിയോഗമാണ് നാടിന് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും ഒരു നാടിൻ്റെ ആകെ വേദനയായി മാറുകയാണ്. പൊന്നൂക്കര മായമ്പിള്ളി ക്ഷേത്രത്തിന് സമീപം അറയ്ക്കൽ വീട്ടിൽ പ്രദീപിന്റെ മരണം
ജനറൽ ബിപിൻ റാവത്ത് ഉൾപ്പെടെ 14 പേർ സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ ഫ്ലൈറ്റ് ഗണ്ണറായിരുന്നു സേനയിൽ വാറണ്ട് ഓഫീസറായ പ്രദീപ് അറയ്ക്കൽ. പ്രദീപിൻ്റെ വിയോഗം ആ നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാനായി സഹോദരൻ കോയമ്പത്തൂരിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിച്ചതാണ് ആദ്യം കണ്ടത്. എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു പ്രദീപ്. മൃതദേഹം എപ്പോൾ നാട്ടിലെത്തിക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.